വെൽക്കം ഓൾ, എല്ലാവർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ റിയലൈസേഷൻ ഓഫ് SOP എക്സ്പ്രഷൻ യൂസിങ് NAND ഗേറ്റ് ഓൺലി എന്നുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒരു SOP എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഇതൊരു SOP എക്സ്പ്രഷനാണ്. y=AB + A ബാർ ഡോട്ട് B ബാർ എന്നുള്ളൊരു എക്സ്പ്രഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എന്തുകൊണ്ടാണ് സം ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? രണ്ട് പ്രോഡക്റ്റുകളുടെ സം, എ ബി എന്നുള്ളൊരു പ്രോഡക്റ്റിൻ്റെയും എ ബാർ ഡോട്ട് ബി ബാർ എന്നുള്ള ഒരു പ്രോഡക്റ്റിൻ്റെയും സമ്മായിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ NAND ഗേറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇത് ഡബിൾ കോംപ്ലിമെൻറ്റ് ചെയ്യാം. ഈ തന്നേക്കുന്ന എക്സ്പ്രഷനെ ഡബിൾ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിമോർഗൻസ് ലോ ഉപയോഗിച്ചിട്ട് ഈ ബാറിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എ ബി ബാർ ഡോട്ട് എ ബാർ ഡോട്ട് ബി ബാർ ഹോൾ ബാറാണ് വന്നിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഡിമോർഗൻസ് ലോ നമുക്കറിയാം, എ പ്ലസ് ബി ദ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ എ ബാർ ഡോട്ട് ബി ബാർ ആണ്. അപ്പം എ ബാർ ഡോട്ട് ബി ബാർ ആണ്. അപ്പം ഈ ഒരു ഫസ്റ്റ് ബാറിനെയാണ് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. അതിന് മേളിലുള്ള ആ ഒരു ബാർ നമ്മൾ അതുപോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമുക്ക് NAND ഗേറ്റ് വെച്ചിട്ട് വരയ്ക്കാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്ക് എ ബാറും ബി ബാറും ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കാം. എ എടുത്തിട്ട് ഒരു NAND ഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എ ബാർ കിട്ടും. ബി എടുത്തിട്ട് ഒരു NAND ഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ ബി ബാർ കിട്ടും. ഇനി എ ബാറും ബി ബാറും കൂടി ഒരു NAND ഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ എ ബാർ ഡോട്ട് ബി ബാർ ഹോൾ ബാർ കിട്ടും. അതുപോലെ എയും ബിയും എടുത്ത് NAND ഗേറ്റ് കൊടുത്താൽ എ ബി ബാർ എന്ന് കിട്ടും. ഇനി നമുക്ക് ഫൈനൽ എക്സ്പ്രഷനിലേക്ക് എത്തണമെങ്കിൽ ഈ തന്നിരിക്കുന്ന രണ്ട് പ്രോഡക്റ്റുകളും കൂടി വീണ്ടും ഒരു NAND ഗേറ്റ് കൊടുക്കുകയാണെങ്കിലാണ് നമുക്ക് എഴുതിയിരിക്കുന്ന ആ ഒരു എക്സ്പ്രഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റുക. അപ്പോൾ ഇതാണ് NAND ഗേറ്റ് വെച്ചിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ട്രൂത്ത് ടേബിൾ എഴുതിയിട്ടുണ്ട്. 0 കണ്ടീഷനിൽ നമുക്ക് ഔട്ട്പുട്ട് എന്താണ് കിട്ടുക? 1 ആണ് കിട്ടുക. ഈ ഒരു എക്സ്പ്രഷനിലേക്ക് ആ വാല്യൂസ് എൻ്റെയും ബീൻ്റെയും വാല്യൂ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഔട്ട്പുട്ട് എടുത്തേക്കുന്നത്. മിഡിൽ കൊടുത്തേക്കുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് ആ ഒരു എക്സ്പ്രഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ 0 കണ്ടീഷനിൽ നമുക്ക് 1 കിട്ടും. 0 1 ആണ് എയും ബിയും കോമ്പിനേഷൻ കൊടുക്കുന്നതെങ്കിൽ 0 കിട്ടും. 1 0-ലാണെങ്കിൽ 0, 1 1-ലാണെങ്കിൽ 1. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് 0-ലും 3-ലും മാത്രമായിരിക്കും ഔട്ട്പുട്ട് ഉള്ളത്. 1-ലും 2-ലും ഔട്ട്പുട്ട് 0 ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു എയും ബിയെയും നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു റിസൾട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ട്രൂത്ത് ടേബിൾ നമ്മുടെ എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നോക്കി എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് 4 കണ്ടീഷൻസ് ഉണ്ട്. 4 കണ്ടീഷൻസിൽ 2 എണ്ണത്തിലാണ് ഔട്ട്പുട്ട് 1 ഇരിക്കുന്നത്, ബാക്കി 0 ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിനകത്ത് 5 ഗേറ്റാണ് കാണാൻ പറ്റുക. അപ്പോൾ ഈ 5 ഗേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സിംഗിൾ IC യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഒരു ICക്കകത്ത് നമുക്ക് എത്ര ഗേറ്റുകളാണ് കാണാൻ പറ്റുക? 4 ഗേറ്റ് മാത്രമാണ് ഒരു ICക്കകത്തുള്ളത്. അപ്പോൾ ഒരു സിംഗിൾ 7400ൻ്റെ NAND ഗേറ്റിൻ്റെ IC എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 4 ഗേറ്റാണ് കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഈ ഇരിക്കുന്ന ICക്ക് പിൻ നമ്പർ ചെയ്യാം. ഫസ്റ്റ് ഗേറ്റിന് 1ഉം 2 ആണ് ഇൻപുട്ട്, 3 ഔട്ടായിട്ട് മാർക്ക് ചെയ്യുന്നു. ആ ഒരു പിൻ ഔട്ട് ഡയഗ്രാം നോക്കിയാൽ അടുത്ത ഗേറ്റ് എന്ന് പറഞ്ഞാൽ 4ലും 5ലും ഇൻപുട്ട്, 6ാമത്തെ പിന്നിലാണ് ഔട്ട്. സോ ഈ ഒരു ഗേറ്റിനെ രണ്ടാമത്തെ ഗേറ്റായിട്ട് അസ്യൂം ചെയ്തുകൊണ്ട് 4ഉം 5ഉം ഇൻപുട്ട്, 6 ഔട്ട് കൊടുത്തു. ഇനി അടുത്തതുള്ളതെന്ന് പറഞ്ഞാൽ 9ഉം 10ഉമാണ് ഇൻപുട്ട്, 8ാമത്തെ പിന്നിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട് എടുക്കുന്നത്. സോ 9 ആൻഡ് 10 ഇൻപുട്ട്, 8 ആണ് ഔട്ട് വരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് വൺ, ആ ഒരു ICക്കകത്തുള്ള ലാസ്റ്റ് പിന്നെന്ന് പറഞ്ഞാൽ എന്താണ്, 13ഉം 12ഉം ആണ് ഇൻപുട്ട്, 11ൽ നിന്നാണ് ഔട്ട് എടുത്തേക്കുന്നത്. അപ്പം ആ ഒരു ICക്കകത്തുള്ള ഗേറ്റുകളെല്ലാം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത വരുന്ന 5ാമത്തെ ഗേറ്റിനായിട്ട് നമുക്ക് പുതിയൊരു IC എടുക്കേണ്ടി വരും. ഇപ്പം ഇതെല്ലാം നമ്മളൊരു ഫസ്റ്റ് ICയിലാണ് ഈ 4 ഗേറ്റും ചെയ്യുന്നത്. ലാസ്റ്റ് ഇരിക്കുന്നത് അടുത്ത നമ്മളൊരു എക്സ്ട്രാ IC എടുക്കേണ്ടി വരും. കാരണം 4 ഗേറ്റ് അവിടെ കഴിഞ്ഞു.
അപ്പോൾ അടുത്ത പുതിയ ഐ സി എടുത്താൽ അതിലുമുണ്ട് 4 ഗേറ്റ്. അതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഗേറ്റും കൂടി മതി നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സോ പിൻ നമ്പർ മാർക്ക് ചെയ്ത് വെച്ചു. പിൻ നമ്പർ മാർക്ക് ചെയ്താൽ നമുക്ക് ബ്രെഡ് ബോർഡ് എടുക്കുക. അതിനകത്ത് 2 ഐ സി പ്ലേസ് ചെയ്തിട്ടുണ്ട്. നോച്ചൊക്കെ നോക്കിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമുക്കറിയാം നോർമലി ഈ 7400 ഐ സിയുടെ വി സി സി ഗ്രൗണ്ടും ഒക്കെ നമുക്ക് പിൻ ഔട്ട് ഡയഗ്രം നോക്കുമ്പോൾ അറിയാൻ പറ്റും. 7ാമത്തെ പിന്നാണ് എന്തെന്ന് പറയുന്നത്, ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഒരു ഐ സിക്ക് കൊടുത്താൽ പോരാ, 2 ഐ സിക്കും കൊടുക്കേണ്ടതുണ്ടായിട്ട് 2 ഐ സിയുടെയും 7th പിന്നുകൾ നമ്മൾ ഷോർട്ട് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഗ്രൗണ്ട് കണക്ഷൻ ഇതിലേതെങ്കിലും ഒരു ഐ സിക്ക് കൊടുക്കുകയാണെങ്കിൽ 2 ഐ സിക്കും ആ ഒരു ഗ്രൗണ്ട് കണക്ഷൻ കിട്ടും. സോ ഇപ്പോൾ നമ്മൾ 7th പിന്നുകൾ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വി സി സിയുടെ കണക്ഷൻ കൊടുക്കാം. 2 ഐ സിക്കും 14ാമത്തെ പിന്നിലാണ് വി സി സി കൊടുക്കേണ്ടത്. സോ 2നെ 14 ഷോർട്ട് ചെയ്യുക, അതിലെവിടെയെങ്കിലും വി സി സി കണക്ഷൻ കൊടുക്കുക. ഇനി നോക്കൂ, ഫസ്റ്റ് ഐ സിയുടെ 1ാമത്തെ പിന്നും 2ാമത്തെ പിന്നും കൂടി ഷോർട്ട് ചെയ്ത് സിംഗിൾ ടെർമിനലാക്കി വെച്ചേക്കുകയാണ്. ആ ഒരു കണക്ഷൻ ചെയ്യുക. പിന്നെന്താണ്, ആ ഐ സിയുടെ തന്നെ ഫസ്റ്റ് ഗേറ്റിൻ്റെ തന്നെ 4th പിന്നും 5th പിന്നും ഈ സെയിം രീതിയിൽ ഷോർട്ട് ചെയ്ത് നമ്മൾ സിംഗിൾ ഇൻപുട്ടാക്കി വയ്ക്കുകയാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് ഐ സിയുടെ 3rd പിന്നിൽ നിന്നുള്ള കണക്ഷൻ എങ്ങോട്ടാണ് പോകുന്നത്? ഫസ്റ്റ് ഐ സിയുടെ 3rd പിന്നിൽ നിന്നുള്ള കണക്ഷൻ പോകുന്നത് ഫസ്റ്റിൻ്റെ തന്നെ 9th പിന്നിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്ഷൻ ചെയ്തു. ഇനി ഫസ്റ്റ് ഐ സിയുടെ 6th പിന്നിൽ നിന്നുള്ള കണക്ഷൻ എങ്ങോട്ടാണ് പോകുന്നത്? ഫസ്റ്റ് ഐ സിയുടെ തന്നെ 10th പിന്നിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കണക്ഷൻ ചെയ്യാം. ഫസ്റ്റ് ഐ സിയുടെ 1ാമത്തെ പിന്നിൽ നിന്നുള്ള കണക്ഷൻ എങ്ങോട്ടാണ് പോകുന്നത്? ഫസ്റ്റിൻ്റെ തന്നെ 13th പിന്നിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഐ സിയുടെ ഫസ്റ്റ് പിന്നും അതിൻ്റെ തന്നെ 13th പിന്നിലും കൂടി നമ്മളൊരു കണക്ഷൻ കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത കണക്ഷൻ എന്താണ്? ഫസ്റ്റ് ഐ സിയുടെ ഫസ്റ്റ് പിന്നെ 13th പിന്നെ കണക്ഷൻ ചെയ്യുന്നു. അടുത്ത ഫസ്റ്റ് ഐ സിയുടെ തന്നെ 4, 5 ഷോർട്ട് ചെയ്ത് പോയിൻ്റ് ചെയ്യുന്നു. നമുക്ക് 4 എടുത്തിട്ട് ഒരു കണക്ഷൻ അങ്ങോട്ട് കൊടുക്കാം. ഫസ്റ്റിൻ്റെ തന്നെ 12th പിന്നിലേക്ക് കണക്റ്റ് ചെയ്യാം. അപ്പോൾ അത്രയായപ്പോൾ ഫസ്റ്റ് ഐ സിയുടെ കണക്ഷൻ ചെയ്തു. ഇനി ഫസ്റ്റ് ഐ സിയുടെ 11th പിന്നിൽ നിന്നുള്ള കണക്ഷൻ എങ്ങോട്ടാണ്? ആദ്യം 8th പിന്നിൽ നിന്നുള്ള കണക്ഷൻ എങ്ങോട്ടാണ് പോകുന്നത്? സെക്കൻഡ് ഐ സിയുടെ ഫസ്റ്റ് പിന്നിലും 11th പിന്നിൽ നിന്നുള്ള കണക്ഷൻ ഫസ്റ്റ് ഐ സിയുടെ 11th പിന്നിൽ നിന്നുള്ള കണക്ഷൻ പോകുന്നത് സെക്കൻഡ് ഐ സിയുടെ സെക്കൻഡ് പിന്നിലേക്കും കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ കൊടുക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. ബ്രെഡ് ബോർഡിലുള്ള കണക്ഷൻ നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിജിറ്റൽ ഐ സി ട്രെയിനർ കിറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ഇൻപുട്ട് ആവശ്യമുണ്ട്? എയ്ക്കും ബിക്കുമായിട്ട് 2 ഇൻപുട്ടാണുള്ളത്. അതുപോലെ നമ്മുടെ ഔട്ട്പുട്ട് വൈക്ക് വേണ്ടിയിട്ട് ഔട്ട്പുട്ടിലേക്ക് ഒരു വയർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വി സി സി ഉണ്ട്, അതുപോലെ ഗ്രൗണ്ട് കണക്ഷനും ഉണ്ട്. അപ്പോൾ ഇതിനി ബ്രെഡ് ബോർഡിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വി സി സി എടുത്തിട്ട് എന്ത് ചെയ്യുക, 2 ഐ സിയുടെ 14th പിന്നിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഏതെങ്കിലും ഐ സിയുടെ 14th പിന്നിൽ കൊടുക്കുക. അതുപോലെ ഗ്രൗണ്ട് കണക്ഷൻ എടുത്തിട്ട് 2 ഐ സിയുടെയും 7th പിന്നാണ് ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗ്രൗണ്ട് കണക്ഷനായിട്ട്. സോ ഗ്രൗണ്ട് കണക്ഷൻ കൊടുത്തു. ഇനി നമുക്ക് ഇൻപുട്ട് എവിടെയാണ് കൊടുക്കേണ്ടത്? ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഇൻപുട്ട് കൊടുക്കേണ്ടത് ഐ സിയുടെ 1ഉം 2ഉം കൂടി ഷോർട്ട് ചെയ്ത പോയിന്റിലാണ്. ദാറ്റ് മീൻസ് നമുക്ക് ഒന്നേൽ 1ാമത്തെ പിന്നിൽ കൊടുക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് പിന്നിൽ കൊടുക്കാം. അപ്പോൾ ഒരു ഫസ്റ്റ് ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ഐ സിയുടെ ഫസ്റ്റ് പിന്നിൽ തന്നെ കൊടുക്കുക. ഫസ്റ്റും സെക്കൻഡും ഷോർട്ടഡാണ്, ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻപുട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ഇൻപുട്ട് എങ്ങോട്ടാണ് പോവേണ്ട? സെക്കൻഡ് ഇൻപുട്ട് 4th പിന്നും 5th പിന്നും ഫസ്റ്റ് ഐ സിയുടെ 4th പിന്നും 5th പിന്നും ഷോർട്ട് ചെയ്ത പോയിന്റിലേക്കാണ്. നിങ്ങൾക്ക് ഒന്നിൽ ഇൻപുട്ട് 4th പിന്നിൽ കൊടുക്കാം, അല്ലെങ്കിൽ 5th പിന്നിൽ കൊടുക്കാം. ബിക്കോസ് രണ്ടും സിംഗിൾ ടെർമിനലായിട്ട് ഷോർട്ട് ചെയ്ത് വച്ചേക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ള 2 ഇൻപുട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ്, നമ്മൾ വി സി സി ഗ്രൗണ്ടൊക്കെ കണക്ട് ചെയ്തു. ഇനി ഫൈനലി നമുക്ക് ഔട്ട്പുട്ട് മാത്രമേ കണക്ട് ചെയ്യാനുള്ളൂ. ഔട്ട്പുട്ട് എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്? ഫിഗർ നോക്കുമ്പോൾ നമുക്കറിയാം. സെക്കൻഡ് ഐ സിയുടെ 3rd പിന്നാണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. സോ ഈ ഔട്ട്പുട്ടിൻ്റെ
ആ ഒരു കണക്ഷൻ എടുത്തിട്ട് നമുക്ക് എങ്ങോട്ടേക്ക് കൊടുക്കാം, സെക്കൻഡ് ICയുടെ തേർഡ് പിന്നിലേക്ക് കൊടുക്കാം. സോ നമ്മുടെ കണക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞു. ഇനി നമ്മുടെ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമുക്കുള്ള ഔട്ട്പുട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, 0 പൊസിഷനിലാണ് ഇടേണ്ടത്. എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. നമുക്ക് 0 കണ്ടീഷനിൽ നമുക്ക് ഔട്ട്പുട്ട് എന്താണ് വരേണ്ടത്, 1 ആണ് വരേണ്ടത് അല്ലേ. അപ്പോൾ ആ ഒരു ആദ്യത്തെ ഇൻപുട്ട് ഫൈനൽ ഔട്ട് നോക്കുക. 0 കണ്ടീഷനിൽ നമ്മൾ കിറ്റ് ഓൺ ചെയ്ത് നോക്കാം. 0 കണ്ടീഷനിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ത് കിട്ടിയിട്ടുണ്ട്, 1 കിട്ടിയിട്ടുണ്ട്. എ ഇൻപുട്ട് 0, ബി ഇൻപുട്ട് 0 ആയിരുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, എ 0യും ബി 1ഉം വരുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് 0 ആവണം. എ 0 ബി 1 ഞാനിപ്പോൾ കൊടുത്ത് നോക്കി. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്തായി, 0 ആയിട്ടുണ്ട്. ഇനി തേർഡ് കണ്ടീഷൻ എന്താണ്, എ എന്നുള്ള ഇൻപുട്ട് 1ഉം ബി 0യും കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് എന്താണ് വരേണ്ടത്, 0 ആണ് വരേണ്ടത്. സോ നമ്മുടെ LED ഓഫ് ആയിട്ടുണ്ട്. ഇനി രണ്ടും 1 ആയിരിക്കുന്ന കണ്ടീഷൻ, ആ സമയത്ത് നമുക്ക് ഔട്ട് എത്ര കിട്ടണം, 1 കിട്ടണം. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, ഇതിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത് ആക്ച്വലി പറയുകയാണെങ്കിൽ 0യിലും 3യിലും മാത്രമാണ് ഔട്ട് കിട്ടിയിരിക്കുന്നത്. 1ലും 2ലും ഔട്ട്പുട്ട് 0 ആണ് കാണിക്കുന്നത്. അതായത് 0 0 എന്ന് പറഞ്ഞാൽ നമുക്ക് 0 ആണല്ലോ. 0 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 1 1 0 എന്ന് പറഞ്ഞാൽ 2 1 1 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ അത് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് നോക്കാൻ പറ്റുക. 4 കണ്ടീഷനും നമുക്ക് ട്രൂത്ത് ടേബിൾ വെച്ച് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഒരു SOP എക്സ്പ്രഷൻ റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് വേവ് ഫോം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.